നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഴിക്കുമോനെ? അപ്പൊ വിഭീഷണൊന്നും അറിയില്ലല്ലേ? അറിയില്ലെന്നല്ലേ ഇത്ര നേരം കുട്ടി പറഞ്ഞത്. പിന്നെ എന്തിനാ വെറുതെ അതിനെ സങ്കടപ്പെടുത്തുന്നത്? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. മുത്തശ്ശി വിഷമിക്കണ്ട, ആദ്യത്തെ ഇങ്ങ് വരും. ശരി മോനെ. കോട്ടെ ചേച്ചി. ശരി മുത്തശ്ശി. അവനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിക്കണേ മക്കളെ. അറിയിക്കാം മുത്തശ്ശി. താനേതോ? ഞാൻ ഫ്രണ്ട്, ആദിത്യന്റെ ഫ്രണ്ട്. നിനക്കെന്താ ആകെ ഒരു വെപ്രോളം? അത് പിന്നെ ഞാൻ ജനിച്ചപ്പോ മുതലേ ഇങ്ങനെ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആദ്യം പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അയ്യോ ഇല്ല, ഞാൻ ആദ്യം കാണാൻ ഇവിടെ വന്നപ്പോഴാ ആദ്യമായിട്ട് അറിയുന്ന ആദ്യയെ കാണാനില്ലെന്ന്. നീ വാ, ചോദിക്കട്ടെ. അയ്യോ അത് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അത് സാരമില്ല, ഇനി ഇറങ്ങാമല്ലോ. അയ്യോ എനിക്കൊന്നും അറിയില്ല. എന്തറിയില്ലെന്ന്? എന്താ ദത്താ ഇത്? അതൊരു പാവം കുട്ടിയല്ലേ. ഇപ്പൊ ഭാര്യയുടെ വക ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞതേ ഉള്ളൂ. ഈ കുട്ടിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അതിനെ അതിന്റെ പാട്ടിന് വിട്ടേക്ക്. മുത്തശ്ശി അകത്ത് പോയേ. ഇതേ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഏകന്ത പെട്ടെന്ന് ആദ്യത്തിനെ കാണാൻ തോന്നിയത്? അത് ദത്ത ഇവർ ഒരുമിച്ച് പുതിയ കോഴ്സിന് ചേരാനിരിക്കായിരുന്നോ? വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാ കുട്ടി വന്നേ. മുത്തശ്ശി മുത്തശ്ശി വാ, വന്നേ. പറ, ഇനി പറ. തനിക്കറിയാവുന്നതൊക്കെ പറ. അവനോടുണ്ട്. എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. പറടാ. തന്നെ എനിക്ക് വിശ്വസിക്കാവോ? വിശ്വസിക്കാം സാർ, ഞാൻ കള്ളം പറയാറില്ല. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിയ. എന്നാ താൻ പൊയ്ക്കോ. താങ്ക് യു സാർ. എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സാർ. സിറ്റി മുഴുവൻ സിവിൽ വേഷത്തിൽ നമ്മുടെ സ്പൈകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ കഴിയും. സാറേ, ആ വന്നിട്ട് പോയ പയ്യൻ ആരായിരുന്നു? അത് ആദ്യയുടെ ക്ലാസ്മേറ്റ്. അവനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് വന്നേ. അല്ല, ഞാൻ ആ പയ്യൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എന്താ അവന്റെ പേര്? വിഭീഷോ മറ്റോ അങ്ങനെന്തോ പറഞ്ഞു.
എന്താടോ? ഒന്നുമില്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു ആ പയ്യൻ എവിടെ വെച്ചാ കണ്ടതെന്ന്. ചിലപ്പോ എനിക്ക് വെറുതെ തോന്നിയായിരിക്കും സാർ. എന്താ അച്ഛാ? കൈ നീടറാ. നീ വീഡിയോ സിഗരറ്റോ വലിച്ചിട്ടുണ്ടോടാ? ഇല്ല. നീ പൊതുവഴിയിൽ എവിടെയെങ്കിലും ഇരുന്ന് മൂത്രസംഘം തീർത്തോടാ? ഇല്ല അച്ഛാ. നീ ആരെയെങ്കിലും കൊന്നോ? ഇല്ല. എന്താ അച്ഛ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ നിന്നെ അന്വേഷിച്ച് എന്തിനാടാ ഇവിടെ നിയമപാലകൻ വന്നത്? നിയമപാലകനോ? പോലീസ്. നോക്കി നിന്നോണം, ശബ്ദിക്കരുത്. പറയടാ, നിന്നെ അന്വേഷിച്ച് എന്തിനാ ഇവിടെ നിയമപാലകൻ വന്നത്? എനിക്ക് അറിയില്ല അച്ഛാ. നിനക്ക് അറിയില്ലല്ലേ? കൈ നീട്ടി പിടിക്കടാ. ആദ്യത്തെ 5 അടി നീ എന്നോട് ചോദിക്കാതെ പുറത്തു പോയതിന്, പിന്നത്തെ 5 അടി നീ സത്യം പറയാത്തതിന്. 5 5 10, ബാക്കി പിന്നാലെ. യശോദേ, ഇവൻ നേര് പറയും വരെ ഈ വീട്ടിൽ നിന്ന് ശുദ്ധവായു പോലും കൊടുത്തു പോകരുത്. മോനെ നന്ദോടാ. ഹേയ്, നല്ല തഴമ്പ അമ്മേ.